നമസ്കാരം കൂട്ടുകാരെ. ഇത് സൗദി അറേബ്യ നാഫ്കോ ക്യാമ്പ് റിയാദ്. ഓക്കെ, ഈ കാണുന്നത് മൊത്തം നാഫ്കോ ക്യാമ്പാണ്. ഇത് മൊത്തം നാഫ്കോ ക്യാമ്പാണ്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നാഫ്കോയുടെയാണ്. ഓക്കെ, ഇതിൽ മലയാളികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരും എല്ലാവരും ഉണ്ട്. ഇനിയും ഇത്രയാണ് നാഫ്കോ ക്യാമ്പിൻ്റെ പുറത്തെ വിശേഷങ്ങൾ. ഇനി അകത്തെ വിശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ അകത്തോട്ട് കയറുകയാണ്. ക്യാമ്പാണിത്. ഈ നിൽക്കുന്നവരാണ് ഇവിടുത്തെ വലിയ വലിയ ആളുകൾ. ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത, ഞങ്ങൾ വന്ന അന്ന് മുതൽ ആരാണ് എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുക. ഇതാണ് നാഫ്കോ അക്കോമഡേഷൻ. പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നല്ല അടിപൊളി ഫെസിലിറ്റിയാണ്. ഞാൻ ബാത്റൂം അതിന് കിച്ചണിലോട്ട് കയറി തരാം. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലൊക്കെ നല്ലതാണ്. പക്ഷേ 2 സ്റ്റൗവിൽ 2 പേരാണ്, 20-30 പേരാണ് കുക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സ്റ്റൗവിൻ്റെ അവസ്ഥ. ഞാൻ ഇപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ്റെ ബാത്റൂമിലോട്ട് വന്നേക്കണം. ഇതൊക്കെയാണ് ബാത്റൂം. ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്ലോസിലാണ് എല്ലാം. അത്യാവശ്യം സൗകര്യം ഉണ്ടെങ്കിലും കണാകുണയാണ്. എങ്ങനെ പോയാലും ഈ ഒരു ക്യാമ്പിലൊരു 2000 ആൾക്കാർ കാണും. അവർക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അക്കോമഡേഷന്, നല്ല ഫെസിലിറ്റിയുള്ള റൂമാണ്. ഇതൊക്കെയാണ് കാണുന്നൊക്കെയാണ് റൂം. റൂമിൽ ഏകദേശം ഒരു 6 പേരൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ റൂമിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇതാണ് റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റൂമാണ്. കേട്ടോ, കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊന്നും കിട്ടാത്ത വലിയ വീര്യമായിട്ടുള്ള കട്ടിലാണ്. കണ്ടോ, ഇതൊക്കെയാണ് കട്ടിൽ. ഓക്കെ, മെത്തയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഞ്ഞി മെത്തയാണ്. ഇതുപോലത്തെ മെത്തയെങ്ങും കാണത്തില്ല, അമങ്ങുന്ന മെത്ത. അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരന്, അവന് സൂപ്പർവൈസറാണ്, അവന് ഭയങ്കര ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു മെത്തയാണ് കൊടുത്തേക്കുന്ന കമ്പനി. ഇതാണ് അവന് കൊടുത്തേക്കുന്ന മെത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി മെത്തയാണ്. നല്ല സൂപ്പർ സ്പോഞ്ചുള്ള മെത്ത. കണ്ടോ. ഓക്കെ, പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ കാണിച്ചു തരാം. ഇവിടുത്തെ അലക്ക് സ്ഥലം. അത് ഇത്രയും റൂം ഏകദേശം ഒരു അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 ഒരു 40-25 റൂമുണ്ട്. റൂമിൻ്റെ ഒരു അവസ്ഥയാണ്. ഇതാണ് വാഷിംഗ് മെഷീൻ. ഇത്രയും പേർക്ക് ഉപയോഗിക്കാനുള്ള വാഷിംഗ് മെഷീനാണ്. ഇനിയിപ്പോൾ റൂമിനകത്തുള്ള വിശേഷമാണ് കാണിച്ചു തരാം. റൂമിൽ നല്ല സൂപ്പർ ഫെസിലിറ്റി വെള്ളമാണ്. ഇതൊക്കെ ഒരു കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെയാണ്. ആകപ്പാടെ നമുക്ക് ഒരു മെത്തയും കട്ടിലും ഈ പന്ന കാർപ്പറ്റൊന്നും ഇവിടുത്തെ അല്ല. ഓക്കെ, അതുപോലെ തുണി വെക്കാനൊരു സൗകര്യം പോലും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ തുണി വെക്കുന്നത്. വീട്ടിൽ പോലും നമ്മളിങ്ങനെ തുണി വെക്കാറില്ല. ഇത് മലയാളികൾ ഇറക്കുന്ന റൂമാന്ന് പറയത്തില്ല. മലയാളികൾ ഇറക്കുന്ന റൂമല്ല ഇത്. ഇതാണ് അവസ്ഥ. ഈ റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് മലയാളികളുടെ റൂമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ. ഇവനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. മലയാളിയെ പറയിപ്പിക്കാൻ വേണ്ടി വന്നേക്കുക. എന്തോ ചെയ്യാനെന്ന് പറ. ഇതാണ് നാഫ്കോയുടെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ നാഫ്കോ റിയാദ് ക്യാമ്പിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അതുമാത്രമല്ല, നാഫ്കോയിലേക്ക് ഇനിയും വരാതിരിക്കുന്നവരും ഇനിയും വന്നുകൊണ്ട് സെലക്റ്റായവരും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാവും. ഓക്കെ.